വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. 11 മണിക്കാണ് വാർത്താ സമ്മേളനം. ആരോപണങ്ങൾക്ക് മറുപടി പറയുമോ എന്ന് ആകാംക്ഷ. ബിനോയാണ് വിവരങ്ങൾ നൽകാൻ എത്തുന്നത്. ബിനോയ് ഉൾപ്പെടെ എന്തൊക്കെ ചോദ്യങ്ങളുമായാണ് മാധ്യമപ്രവർത്തകർ തയ്യാറെടുത്ത് നിൽക്കുന്നത്? എന്തൊക്കെയായിരിക്കും മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുന്ന ചോദ്യങ്ങൾ? മുഖ്യമന്ത്രി ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? സ്വാഭാവികമായും കഴിഞ്ഞ രണ്ടാഴ്ചയായി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധികൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഒപ്പം മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും നേരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ, ഇവയെല്ലാം തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ മറുപടിയായി കിട്ടും എന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കുമുണ്ട്. മാത്രവുമല്ല, മന്ത്രിസഭാ യോഗത്തിന് ശേഷം ചേരുന്ന മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എന്ന പ്രത്യേകതയാണ് ഇന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അൻവർ ഉയർത്തിവിട്ട വാദങ്ങൾ, ആ വാദങ്ങളോട് അനുബന്ധിച്ച് എന്തൊക്കെ മുഖ്യമന്ത്രി പ്രതികരിക്കും എന്നുള്ളത് കണ്ടറിയാം. ഒപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ കത്തി നിൽക്കുന്ന വിവാദങ്ങളിലൊന്ന് മലബാർ മേഖലയുമായി ബന്ധപ്പെട്ട് ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രി നൽകിയ അഭിമുഖവും ആ അഭിമുഖവുമായി ബന്ധപ്പെട്ട് PR ഏജൻസിയുടെ ഇടപെടലുകളും ഒക്കെ തന്നെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന നാളുകളിലാണ് ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനത്തിന് മുഖ്യമന്ത്രി തയ്യാറാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം PR ഏജൻസി എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഒരു ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നത്? ഈ PR ഏജൻസിക്ക് ആരെങ്കിലുമായി ഇടപാടുകളുണ്ടോ? അല്ലെങ്കിൽ ഈ PR ഏജൻസിക്ക് ആരെങ്കിലും ധനസഹായങ്ങൾ നൽകുന്നുണ്ടോ? ഇത്തരത്തിൽ നിരവധിയായ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ഒരു മാസമായി വളരെയധികം വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നതാണ് ADGP MR അജിത്കുമാറിന്റെ പ്രശ്നവും, ഒപ്പം തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ, വിജിലൻസ് അന്വേഷണങ്ങൾ തുടങ്ങി നിരവധിയായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തുന്നു. മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം ആണ് ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് വരുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു. MR അജിത്കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം CPIയുടെ സംസ്ഥാന സമിതി യോഗം ഇന്ന് ചേരുന്നത്, സംസ്ഥാന എക്സിക്യൂട്ടീവാണ് ഇന്ന് ചേരുന്നത്. CPMന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവും നാളെ സംസ്ഥാന സമിതി യോഗവും ചേരുന്നുണ്ട്. അങ്ങനെ ഇടത് പാർട്ടികളുടെ ശ്രദ്ധേയമായ യോഗങ്ങൾ കൂടി നടക്കുന്ന വേളയിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് അതീവ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, കാരണം ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായത് MR അജിത്കുമാർ എന്ന് പറയുന്ന ADGP ആണ്. പ്രത്യേകിച്ച് ക്രമസമാധാന പാലനത്തിന്റെ മുഖ്യ ചുമതലക്കാരൻ. അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ ഒന്നിലധികമുണ്ട്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് PV അൻവർ ആയിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണം പൊട്ടിക്കലിൽ ബന്ധമുണ്ട് എന്ന തരത്തിൽ ആരോപണം ഉന്നയിച്ചു. ഒപ്പം അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും സ്വർണം പൊട്ടിക്കലിൽ ബന്ധമുണ്ട്, അതിന്റെ പറ്റുകാരനാണെന്ന തരത്തിൽ ആരോപണം ഉയർന്നു വന്നിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് മറ്റൊരു വലിയ വിവാദം ഉയർത്തിവിട്ടത്. MR അജിത്കുമാർ RSS നേതാക്കന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ച തൃശ്ശൂരിലും തിരുവനന്തപുരത്തും, അതും RSSന്റെ 2ഉം 3ഉം സ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ച, അത് CPI വല്ലാതെ ഏറ്റുപിടിക്കുകയും ഇത്തരം കാര്യങ്ങൾക്ക് തൊട്ടു പിന്നാലെ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിവാദം കൂടി CPI എടുത്തുകൊണ്ട് പല പ്രാവശ്യം പല ആവർത്തി CPIയുടെ നേതാക്കൾ വിവിധ മേഖലകളിൽ ഉന്നയിക്കുകയും, ഒപ്പം അവരുടെ പത്രമായ ജനീകത്തിലൂടെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വരികയൊക്കെ ചെയ്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഇതിലൊക്കെ മുഖ്യമന്ത്രിയുടെ നിലപാട് ഒരുപക്ഷെ ഇന്ന് വ്യക്തമാക്കുമെന്നുള്ള പ്രതീക്ഷയാണ് മാധ്യമപ്രവർത്തകർക്ക് ഉള്ളത്. മാത്രവുമല്ല, മറ്റു ചില വിവാദ കാര്യങ്ങൾ കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായത് NCPയുടെ മന്ത്രിസഭാ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കാരണം NCPയുടെ ശശീന്ദ്രനെ ഒഴിവാക്കിക്കൊണ്ട് തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നുള്ള ആവശ്യം NCP നേതാക്കൾ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 3 മണിക്ക് മുഖ്യമന്ത്രിയെ അവർ കാണാനിരിക്കുന്ന ഒരു സാഹചര്യം. ഇതിനെല്ലാം പുറമെയാണ് ഇത്തരത്തിൽ നിരവധിയായ വിവാദങ്ങൾ. ഒരു പക്ഷേ ഇതിൽ ഒക്കെ ഒന്നും ഇപ്പോൾ രക്ഷപ്പെട്ടു നിൽക്കുന്നത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആ കേസ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്ന ദിവസം കൂടിയാണ്. ഇന്ന് ഹൈക്കോടതിയിൽ SIT സംഘം ഹാജരാകേണ്ട ദിവസം കൂടിയാണ്. അങ്ങനെ നിരവധിയായ വിമർശനങ്ങൾ ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നാളെ നിയമസഭാ സമ്മേളനം കൂടി ചേരാൻ പോകുന്നു. അതിനു മുമ്പ് നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നിയമസഭയിൽ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷം കൃത്യമായി ഉന്നയിക്കും. മാത്രവുമല്ല, പ്രതിപക്ഷം ഇന്നലെ വലിയ തരത്തിലുള്ള ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. നക്ഷത്ര ചോദ്യങ്ങളിട്ട്, അതായത് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറയേണ്ട ചോദ്യങ്ങൾ അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു, അത് അൺസ്റ്റാർഡ് അല്ലെങ്കിൽ സഭയിൽ എഴുതി ഉത്തരം നൽകിയാൽ മതി എന്ന തരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളിൽ പ്രധാനമായി ഉൾക്കൊണ്ടിരിക്കുന്നത് MR അജിത്കുമാറിന്റെ വിഷയങ്ങളാണ്. ഒപ്പം MR അജിത്കുമാറും
RS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുണ്ട്, തൃശൂർ പൂരം കലക്കലുണ്ട്, മാമിയുടെ തിരോധാനമുണ്ട്, അങ്ങനെ തുടങ്ങി നിരവധിയായ വിഷയങ്ങൾ 49ഓളം ചോദ്യങ്ങളാണ് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ. അത് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയേണ്ടതാണ്. ആ ചോദ്യങ്ങളെ ഒഴിവാക്കി സഭയിൽ മറുപടി മേശപ്പുറത്ത് വെച്ചാൽ മതി തരത്തിലേക്ക് മാറ്റിയത്. അത്തരത്തിൽ ഉള്ള വിവാദങ്ങൾ, അങ്ങനെ നിരവധിയായ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഒരു സമയത്ത് മുഖ്യമന്ത്രി നടത്തുന്ന വാർത്താ സമ്മേളനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ശരി ബിനോയ്.